വീണ്ടും വരുന്നവനായ പരമപരിശുദ്ധനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രത്യേകമായ ഒരു പുതിയ പുസ്തക പഠന പരമ്പരയാണ് റോമാലേഖനം. ഈ റോമാലേഖന പഠനത്തിലെ 68ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 68ാമത്തെ അവതരണം, റോമാലേഖനം 3-ാം അധ്യായം. ദൈവത്തിൻ്റെ നീതി, സകല മനുഷ്യർക്കും ആവശ്യമായ ദൈവനീതിയെക്കുറിച്ചാണ് റോമാലേഖനത്തിലെ ഏറ്റവും ഘനമേറിയ, ഏറ്റവും ഈടിറ്റതും സമ്പന്നവുമായ 6 വാക്യങ്ങൾ. റോമാലേഖനം 3-ന്റെ 21 മുതൽ 26 വരെ. വളരെ വേഗത്തിൽ വായിച്ച് കടന്നു പോകാവുന്ന വേദഭാഗങ്ങളല്ല. അതുകൊണ്ടാണ് ദീർഘമായിട്ടുള്ള വിശദീകരണം ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗങ്ങളിൽ 3-ാം അധ്യായം 21 മുതലുള്ള വേദഭാഗങ്ങളിൽ ഈ ദൈവനീതിയെ ഉയർത്തി സംസാരിച്ചു പൗലോസ്. അത് വിശദീകരിച്ചു, അതിൻ്റെ വ്യാപ്തിയെ മനസ്സിലാക്കി തന്നു. ദൈവനീതി നമുക്ക് നൽകപ്പെട്ടതിനെക്കുറിച്ച് കാണിച്ചു തന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ ദൈവനീതിയെക്കുറിച്ച് അവസാനമായി ചിന്തിക്കുന്നത് അതിനെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവനീതിയുടെ പ്രതിരോധം. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുവരെ നാം പഠിച്ച സുപ്രധാനമായ ചില ചിന്തകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. ദൈവത്തിൻ്റെ നീതി, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടിയുള്ള സ്വമനസ്സാലെയുള്ള യാഗം, ആ ക്രൂശിലെ മരണം, ആ മരണത്തിൽ ദൈവനീതി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ദൈവനീതി പ്രഖ്യാപിക്കപ്പെടുകയാണ്. കാരണം പാപയാഗമായി ക്രിസ്തു മാറി. മരണത്തിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മനുഷ്യകുലത്തിന് വേണ്ടി ക്രിസ്തു പാപയാഗമായി മാറി. മനസ്സോടെ. റോമാലേഖനം 3:25 നമ്മൾ അതിനകം തന്നെ അത് കണ്ടു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ പാപ പ്രായശ്ചിത്തമായി അയച്ചു. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ സാധിക്കാത്തതിനെക്കുറിച്ചും കർത്താവ് യേശുവിനായി ഒരുക്കപ്പെട്ട ശരീരവും അതിനെക്കുറിച്ചുമെല്ലാം വിശദമായി എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ കാണാം. റോമാലേഖനം 8-ാം അധ്യായത്തിലും മനുഷ്യൻ്റെ ജഡീക ബലഹീനതകൾ നിമിത്തം ന്യായപ്രമാണം നൽകിത്തന്ന ദൈവത്തിന് സാധിക്കാത്ത ഉന്നത നിലവാരം, അതിനെക്കുറിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമായ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലൂടെ സാധിക്കുന്നതിനെക്കുറിച്ച്, ദൈവം സാധിപ്പിച്ചു തരുന്നതിനെക്കുറിച്ച്, മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ദൈവം സാധിപ്പിച്ചതിനെക്കുറിച്ച് റോമർ 8:1 മുതൽ 4 വരെ. യെശയ്യാ പ്രവാചകൻ ഇത് മുൻകൂട്ടി പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. യെശയ്യാ 53 4 മുതൽ 6 വരെ, യെശയ്യാ 53 10 മുതൽ 12 വരെ. ഇപ്പം കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി മാറി. പൗലോസ് അത് വിശദീകരിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്തത്. ദൈവം കർത്താവ് യേശുവിനെ നൽകി തന്നു പാപപ്രായശ്ചിത്തമായി. പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത യാഗമായി ദൈവം തൻ്റെ പുത്രനെ നൽകുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കർത്താവ് യേശുവിലൂടെയുള്ള വീണ്ടെടുപ്പിൻ്റെ ഈ പ്രവൃത്തിയെ വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് പാപയാഗം. അല്ലെങ്കിൽ പ്രായശ്ചിത്തത്തിനുള്ള പരിഹാരയാഗം. പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. പാപപരിഹാരം, പ്രായശ്ചിത്തം, പാപനാശനം, ഉപശാന്തി, പാപനിവൃത്തി എന്നൊക്കെ അർത്ഥം വരുന്ന, സംതൃപ്തി എന്നൊക്കെ വരുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പൊതുവായുള്ള ആശയം മറ്റൊന്നുമല്ല. എന്താണോ മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് ദൈവത്തിൽ മനുഷ്യന് തിരികെ വന്ന് നിൽക്കുവാൻ, യോഗ്യനായി നിൽക്കുവാൻ ആവശ്യമായത്, അത് ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടു. അതാണ് പാപപരിഹാരം, പ്രായശ്ചിത്തം, പാപനാശനം, ഉപശാന്തി എന്നൊക്കെ ഏത് വാക്കായിക്കൊള്ളട്ടെ. ആ വാക്കിലൂടെ അർത്ഥമാക്കുന്ന ഇതാണ്. എന്താണോ മനുഷ്യന് ആവശ്യമായിരുന്നത്, മനുഷ്യർക്ക് സ്വയം നൽകാൻ കഴിയാതിരുന്നത്, അത് കർത്താവ് യേശുവിൽ നൽകപ്പെട്ടു. ക്രിസ്തു തൻ്റെ രക്തത്താൽ എന്ന വാക്കിൽ തന്നെ അത് വ്യക്തമായി കാണാം. പ്രായശ്ചിത്ത യാഗത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം എന്ന വാക്ക് വന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വളരെ അനിവാര്യമായിരുന്നു ക്രിസ്തുവിൻ്റെ യാഗം. ക്രിസ്തുവിൻ്റെ യാഗം കൂടാതെ മനുഷ്യൻ ഒരിക്കലും വീണ്ടെടുക്കപ്പെടില്ല. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ എബ്രായ എഴുത്തുകാരൻ പറയുന്ന ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായം 22 മുതൽ 24 വരെ. അവിടെ പറയുന്നത്, ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം.
മൃഗയാഗങ്ങൾ കൊണ്ട് സ്വർഗീയമായ ആ യഥാർത്ഥമായ ശുദ്ധീകരണം നടക്കില്ല. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചു. ചുരുക്കമായി പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായിരുന്ന പരമയാഗം കർത്താവ് യേശുവായി. യേശു ആ യാഗം സ്വയമായി മാറി. മൃഗയാഗങ്ങൾക്കൊരിക്കലും നമുക്ക് ആ കുറവ് പരിഹരിക്കാൻ പറ്റില്ല. അത് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ കണ്ടു. അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ അവിടെ എബ്രായ എഴുത്തുകാരൻ കാണിച്ചു തരും, ന്യായപ്രമാണം വരാനുള്ള നന്മയുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. യാഗങ്ങളിലൂടെ, മൃഗയാഗങ്ങളിലൂടെ പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം നീങ്ങിപ്പോകുന്നില്ല. അത് വെറും നിഴൽ മാത്രമാണ്. അപ്പോൾ അവിടെയാണ് മനുഷ്യന് ആവശ്യമായ യഥാർത്ഥ യാഗം, യഥാർത്ഥ ശുദ്ധീകരണം, യഥാർത്ഥ കഴുകൽ. അതിന് വേണ്ട രക്തം മൃഗത്തിൻ്റെ രക്തമല്ല. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ പാപപ്രായശ്ചിത്തമായി അല്ലെങ്കിൽ പ്രായശ്ചിത്ത യാഗമായി ദൈവം അവതരിപ്പിക്കുകയാണ്. എന്തിന്? പാപത്താൽ അകന്നുപോയ മനുഷ്യനെ തന്നിലേക്ക് പുനഃസ്ഥാപിക്കണം, തന്നിലേക്ക് നിരപ്പിലെത്തിക്കണം. മാത്രമല്ല പുറജാതികളും യഹൂദന്മാരും തമ്മിലും അത് ദൈവമക്കളായി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി അവരെ തമ്മിൽ പുനഃസ്ഥാപിക്കണം, മനുഷ്യകുലത്തെ ഒന്നാക്കണം. പുറജാതികൾ യഹൂദന്മാരുമായി രണ്ട് പക്ഷമായി മാറിക്കിടക്കുന്നു. ദൈവം മനുഷ്യരും തമ്മിൽ പാപത്താൽ അകന്നു മാത്രമല്ല മനുഷ്യർ തമ്മിൽ വിഭാഗീയതയുണ്ട്. അപ്പോൾ മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കണം, ദൈവവുമായിട്ട് മനുഷ്യരെ ഒന്നാകണം. ഇതാണ് പൗലോസ് വ്യക്തമായി കാണിച്ചത്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വാക്യങ്ങളിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇപ്പോൾ ദൈവത്തെ എല്ലാവർക്കും അബ്ബാ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ വീണ്ടും ജന്മം സംഭവിക്കണം. പുത്രത്തിൻ്റെ ആത്മാവിനത്തെ പ്രാപിച്ച നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പം മനുഷ്യർ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്, ദൈവം തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. അതാണ് റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയും പൗലോസ് വ്യക്തമായിട്ട് പറയും. നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 2 കൊരിന്ത്യർ 5:14 മുതൽ 21 ഈ നിരപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കാം. ദൈവം ലോകത്തെ ക്രിസ്തു യേശുവിൽ തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ വചനം സുവിശേഷം അപ്പോസ്തലരുടെ കയ്യിൽ പരമേൽപ്പിച്ചു. ഒരു ക്രിസ്തുവിലായ സകലം പുതുതായി തീരുന്നു എന്നൊക്കെ പറയുന്ന വേദഭാഗം അവിടെ കാണാം. എഫേസ്യർ 2:14 മുതൽ 18 വരെ ക്രൂസിൽ വെച്ച് ഇരുപക്ഷത്തെ ഒന്നാക്കി, വേർപാണ്ട് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഇരുപക്ഷത്തെ ക്രിസ്തു തൻ്റെ ശരീരം ഒന്നാക്കി മാറ്റി. ഇത് വളരെ വ്യക്തമാണ്. ദൈവം ഒരിക്കലും മനുഷ്യരുടെ നിരപ്പിലേക്ക് വരേണ്ട കാര്യമില്ല. ദൈവമല്ല മനുഷ്യനുമായി നിരപ്പ് ആഗ്രഹിക്കുന്നത്, നേരെ തിരിച്ചാണ്. മനുഷ്യനാണ് ദൈവത്തോട് നിരപ്പാകേണ്ടത്. കാരണം പാപം ചെയ്ത് ദൈവമല്ല, പാപം ചെയ്ത് മനുഷ്യനാണ്. മനുഷ്യനാണ് മടങ്ങി വരേണ്ടത്. നഷ്ടപ്പെട്ടു പോയ, നശിപ്പിച്ച് കളഞ്ഞ ഈ ബന്ധത്തിലേക്ക് മടങ്ങി വരേണ്ടത് മനുഷ്യനാണ്, തിരിച്ചു വരേണ്ടത് മനുഷ്യനാണ്. പക്ഷെ ദൈവം മുൻകൈ എടുത്തു, ശരിയാണ്. ഇപ്പം എല്ലാ മനുഷ്യരും ഈ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിനെ മനസ്സിലാക്കണം, അനുഭവിക്കണം, അതിനെ വ്യക്തമായി ബോധ്യപ്പെടണം. അത് വളരെ ആവശ്യമാണ്. കാരണം അവൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ്. എഫേസ്യർ ലേഖനം 1:7 പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ്. അപ്പോൾ കർത്താവ് യേശു നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തയാഗമായി മാറി. മനുഷ്യരായി നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം, പരിഹാരം, പ്രതിശാന്തി, ഉപശാന്തി ആയി ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഇത് ദൈവനീതിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഈ ദൈവനീതി എന്ന വിഷയത്തിൻ്റെ പ്രധാന ചിന്തയാണ്. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. കർത്താവ് യേശുവിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ പാപത്തിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപങ്ങൾക്ക് തന്നെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ സത്യം കാണാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യരായ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. ഈ വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അനുരഞ്ജനം, സാന്ത്വനിപ്പിക്കൽ, ദൈവത്തിൻ്റെ ആ ക്രോധം തണുപ്പിക്കൽ, അത് ക്രിസ്തുവിലൂടെ സംഭവിച്ചതാണ്. ഗലാത്യർ 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 21 പൗലോസിൻ്റെ സാക്ഷ്യം കേൾക്കാം. ഇപ്പോൾ ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്, ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഇപ്പോൾ വ്യക്തമായി ക്രിസ്തു നമ്മിൽ അനുഭവിക്കുന്നൊരവസ്ഥയാണ്. ഇബ്രാഹിം നമ്മൾ കണ്ടു, മരണത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യവർഗത്തെ വിടുവിക്കാൻ നാം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ദൈവം നമ്മിൽ ഒരുവനെപ്പോലെ ഇറങ്ങി വന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. നമുക്കതിൽ വിടുതലിനെക്കുറിച്ച്. ഇപ്പോൾ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അധ്വാന ഫലമായി മനുഷ്യൻ നേടിയെടുത്ത ഒന്നല്ല, നേടിയെടുക്കാൻ കഴിയുകയുമില്ല. ഇത് ദൈവം നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തുവിൽ നൽകി തന്നതാണ്. ദൈവം ക്രിസ്തുവിൽ നമുക്ക് നൽകി തന്നതാണ്. പത്രോസ് പറഞ്ഞു, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില നാം അറിയണം. പൗലോസ് അപ്പോസ്തലൻ മിലത്തോസ് എന്ന തുറമുഖത്തിൽ വെച്ച് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ടുള്ള പറഞ്ഞു, ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ. 1 കൊരിന്ത്യർ 6-ാം വാക്യത്തിൽ പൗലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം വാക്യം പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവം ഒരുക്കിയ കുഞ്ഞാട്, തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുന്ന കുഞ്ഞാട്, മൃഗയാഗങ്ങളുടെ പൂർത്തീകരണമായ കുഞ്ഞാട്. ഇതാണ് വെളിപാട് പുസ്തകം 1:5, വെളിപാട് പുസ്തകം 5:9, 5:6, 8, 12, 13 ക്രിസ്തുയേശുവിൽ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭ. നമ്മെ രാജകീയ പുരോഹിത മാർഗമാക്കി തീർക്കുവാൻ കർത്താവ് യേശുവിൻ്റെ പരമയാഗം, നമ്മുടെ പാപമോചനം, നമ്മുടെ രക്തം കൊണ്ട് നമുക്ക് പാപമോചനം തന്നു. മൃഗയാഗങ്ങൾ പാപമോചനം തരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അത് താൽക്കാലികമായ ഒരു ക്രമം മാത്രമാണ്. ഇപ്പോൾ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ ഒരുക്കിയെടുത്ത ഒരു പദ്ധതി നിവൃത്തിയാക്കുകയല്ല. മനുഷ്യൻ്റെതായ ഒരു പ്രത്യേകമായൊരു ക്രമം, ഒരു പദ്ധതി രൂപീകരിച്ച ഒരു ആശയം നടപ്പിലാക്കുകയല്ല. അതിലൂടെയല്ല വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യനും ഈ വീണ്ടെടുപ്പ് ചിന്തിക്കാൻ പോലും കഴിയില്ല. ദൈവം നമുക്ക് തരികയാണ്. പാപം വിശുദ്ധനും നീതിമാനുമായി ദൈവത്തെ വേദനിപ്പിക്കുന്നു. എല്ലാ പാപവും ദൈവത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഈ വേദനിച്ച ദൈവം, നാം ആരെയാണ് അപമാനിച്ചത്, വേദനിപ്പിച്ചത്, ആ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമുണ്ടാകാൻ നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായി ദൈവീകമായ ക്രോധം സ്വീകരിക്കേണ്ടവരാണ്. അത് അവഗണിച്ച് കളയാൻ പറ്റില്ല. സർവ്വഭൂമിയുടെ ന്യായാധിപനായ ദൈവത്തെ വേദനിപ്പിച്ച് നാം പാപനിമിത്തം. ഹബക്കൂക്കിൻ്റെ ഭാഷയിൽ ദൈവത്തിന് പാപത്തെ നോക്കാൻ കഴിയാതെ വണ്ണം വിശുദ്ധനാണ്. ദൈവം പാപത്തെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. പാപത്തിലേക്ക് തൻ്റെ മുഖം വയ്ക്കാൻ പറ്റില്ല. ഹബക്കൂക്ക് 1:13. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം വ്യക്തമായി കാണിച്ചെന്ന പ്രവാചകനിലൂടെ ദൈവസന്നിധിയിൽ, പരിശുദ്ധമായ ദൈവസന്നിധിയിൽ പറന്നു കിടക്കുന്ന കെരൂബുകൾക്ക് പോലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള പ്രാപ്തിയില്ല. അവരുടെ ചിറകൾ കൊണ്ട് അവരുടെ മുഖം മൂടുകയാണ്. ആ ഒരുത്തനോട് ഒരുത്തൻ പരിശുദ്ധൻ 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 എന്ന് കീർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും തൻ്റെ നീതിയുള്ള സ്വഭാവത്തെ ത്യജിക്കാൻ പറ്റില്ല, വിട്ടുകളയാൻ പറ്റില്ല. ദൈവത്തിനൊരിക്കലും ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് പാപത്തെ അവഗണിക്കാൻ, സാരമില്ല എന്ന് പറഞ്ഞ് പാപത്തെ ന്യായീകരിക്കാൻ ദൈവത്തിന് കഴിയില്ല. പാപം ചെയ്ത സകല മനുഷ്യരും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. പാപത്തിൻ്റെ ശിക്ഷ എന്താണ്? മരണം. അതായത് ജീവനുള്ള ദൈവത്തിൽ നിന്നുള്ള നിത്യമായ അകൽച്ച, വേർപാട്. അതാണ് പാപത്തിൻ്റെ ശിക്ഷ. ഇവിടെയാണ് ദൈവം തൻ്റെ പുത്രനെ പാപയാഗമാക്കി. പഴയമയാഗങ്ങളുടെയൊക്കെ പൂർത്തീകരണമായി കർത്താവ് യേശു ക്രിസ്തു ഒരുക്കപ്പെട്ട ശരീരത്തിൽ പാപയാഗമായി മാറി. മനുഷ്യൻ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട ഭീകരമായ ആ ശിക്ഷ, ഭീകരമായ മരണമെന്ന ശിക്ഷ കർത്താവ് യേശു അനുഭവിച്ചു. ഇപ്പോൾ ദൈവം തൻ്റെ പുത്രനിലേക്ക് ആ ശിക്ഷ മുഴുവൻ പകർന്നു കൊടുത്തു. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം മനുഷ്യരെ വീണ്ടെടുക്കാൻ വഴിയൊരുക്കി. പാപത്തിലെ ശമ്പളം മരണമാണ്, സംശയമില്ല. പക്ഷെ കരുണാസമ്പന്നൻ കൂടിയാണ് ദൈവം, സ്നേഹസ്വരൂപനാണ് ദൈവം. ഈ അവസ്ഥ ദൈവം മനുഷ്യരെ സഹായിക്കുകയാണ്. യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ കണ്ടു, അവൻ സകല മനുഷ്യരുടെയും പ്രായച്ചിത്തമാണ് പാപങ്ങൾ. 1 യോഹന്നാൻ 2:2, 1 യോഹന്നാൻ 4:10, 2 കൊരിന്ത്യർ 5:19-21 വരെ ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചതിനെക്കുറിച്ച്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു. ഗലാത്യർ 3:13, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതിനായി. ശാപത്തിലായിരുന്നു നാം. പാപത്തിൻ്റെ ശമ്പളം മരണത്തിലാകുന്ന പോലെ നിയമത്തെ ലംഘിക്കുന്ന എല്ലാവരും ശാപത്തിന് കീഴിലാണ്.
മനുഷ്യരായി നാം എല്ലാം ജഡരക്തങ്ങളോട് ആയതുകൊണ്ടാണ് ദൈവവും മനുഷ്യരിൽ ഒരുവനെപ്പോലെ ജഡരക്തം ധരിച്ചു വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി. നമുക്ക് അസാധ്യമായി നമുക്ക് സാധിക്കുക, ദൈവം സാധിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഇനി 26-ാം വാക്യത്തിലേക്ക് വരും. ഇതുവരെ നമ്മൾ പറഞ്ഞത്, ഇതുവരെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ചെറിയ രത്ന ചുരുക്കമാണ്. അപ്പം മനുഷ്യർക്ക് ഒരിക്കലും വീട്ടാൻ കഴിയാത്ത വലിയ കടം, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹത്താൽ കരുണയാൽ നീട്ടി തന്നത്, ക്ഷമിച്ചു തന്നത്, തൻ്റെ സ്വന്തം പുത്രനെ യാഗമായി നൽകി തന്നുകൊണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില എത്ര വലുതാണ്. റോമർ 3:26 താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഇത് വാസ്തവത്തിൽ രത്നച്ചുരുക്കമായൊരു പ്രസ്താവനയാണ്. 21-ാം വാക്യത്തിൽ ആരംഭിച്ച ഏകവാക്യമാണ് യവന ഭാഷയിൽ. ആ വിഷയത്തിൻ്റെ രത്നച്ചുരുക്കമാണ് 26-ാം വാക്യം. ദൈവം പറയുകയാണ്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. കൂടുതൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുക. അപ്പോൾ നാം പറഞ്ഞത്, ഈ വേദഭാഗം നമ്മൾ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രഹേളികയാണ്. സുവിശേഷം എന്ന ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് പ്രഹേളിക. എങ്ങനെ ശ്രദ്ധിക്കുക, എങ്ങനെ നീതിമാനായ ദൈവം നീതിമാനാണ്, അതുകൊണ്ട് പാപം ശിക്ഷിക്കപ്പെടണം. നീതിമാനായ ദൈവം പക്ഷേ അതേസമയത്ത് നീതീകരിക്കുന്നവനായി മാറി പാപികളെ രക്ഷിക്കണം. അത് സ്നേഹവും കരുണയുമൊക്കെയാണ്. മനുഷ്യരെ രക്ഷിക്കണം, പക്ഷേ നീതി നടപ്പിലാക്കണം. ദൈവം നീതിമാനാണ്, അതേസമയം നീതീകരിക്കുന്നവനുമാണ്. നീതി നടപ്പാക്കണം, പാപത്തെ ശിക്ഷിക്കണം, എങ്കിലേ ദൈവത്തിൻ്റെ നീതി മാനിക്കപ്പെടുകയുള്ളൂ. അതേസമയം ദൈവം കരുണയുള്ള, സ്നേഹവാനായ, ആർദ്രതയുള്ള, മനസ്സലിവുള്ളവനാണ്. മനുഷ്യരെ നീതീകരിക്കുകയും വേണം. അതായത് അവനെ തൻ്റെ മുമ്പിൽ അംഗീകരിക്കണം, എൻ്റെ മുമ്പിൽ പിടിച്ച് നിർത്തണം. ഇതെങ്ങനെ സാധ്യമാക്കും? അത് സാധ്യമാക്കിയതാണ് ക്രൂശ്, കാൽവറിയിലെ കുരിശ്. വെറും തടിക്കഷ്ണമല്ല, അതിലൊരു വ്യക്തി ഇതിന് പരിഹാരമൊരുക്കി തൻ്റെ പരമയാഗത്തിലൂടെ. ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവത്തിൻ്റെ നീതിയുടെ പ്രദർശനമാണ്. അതേസമയത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുമില്ല. ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിച്ചിരിക്കുകയും ചെയ്തു. ആ ക്രൂശിൽ നോക്കുമ്പോൾ കാണുന്നത് ഭയാനകമായി വേദനിപ്പിക്കുന്ന ചിത്രമല്ല, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനമാണ്, ദൈവത്തിൻ്റെ നീതിയുടെ പ്രകടനമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ലോകത്തെ ദൈവം മനുഷ്യരെ എത്രത്തോളം സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ ആ ക്രൂശിലെ യാഗത്തിലേക്ക് നോക്കുക. ദൈവം പാപത്തെ എത്രത്തോളം വെറുക്കുന്നു, ശിക്ഷിക്കുന്നു എന്ന് കാണണമെങ്കിൽ ആ ക്രൂശിലേക്ക് നോക്കുക. ദൈവം തന്നെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. നമ്മുടെ ഭാഗത്ത് കൊള്ളേണ്ട അടി, നമ്മുടെ ദേഹത്ത് വീഴേണ്ട അടി, ആ ചാട്ടവാറ് നമ്മുടെ ദേഹത്തിലെ മാംസം അള്ളിപ്പറിച്ച് കടിച്ചു പറിച്ച് പുറത്തേക്ക് എറിയേണ്ടതാണ് ആ ചാട്ടവാറ്. അതിൻ്റെ അറ്റത്ത് കിടന്ന എല്ലും കഷ്ണം, ലോഹ കഷ്ണങ്ങൾ, അത് നമ്മുടെ ശരീരത്തിൽ വന്ന് ആഞ്ഞുപതിക്കുമ്പോൾ ശരീര മാംസം തെറിച്ചു പോകും. ഈ അടി മുഴുവൻ കർത്താവ് ഏറ്റെടുത്തു. ആ ശിക്ഷ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ദേഹത്ത് വീഴേണ്ട ശിക്ഷ, നമ്മൾ അനുഭവിക്കേണ്ട അപമാനം, പരിഹാസം, നിന്ദ എല്ലാം യേശു ഏറ്റെടുത്തു. നീതി നടപ്പിലാക്കി. അതിലൂടെ നീതിമാനായി നമ്മളോട് വിടുവിച്ചു. ഇവർ ചെയ്യുന്നതെന്നറിയാമെങ്കിൽ ഇവർ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഇത് ബോധ്യപ്പെടണം. നമ്മളെ നിസ്സാരമായിട്ട് ലഭിച്ച ഈ കൃപ, ഈ രക്ഷ നിസ്സാരമാക്കി കളയുമ്പോൾ എത്ര വലിയൊരു അപകടമാണ് മുമ്പിൽ പതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം തൻ്റെ നീതിയാൽ പാപത്തെ ശിക്ഷിക്കാതെ വിട്ടില്ല. എല്ലാ പാപവും ശിക്ഷിക്കപ്പെടണം. ഇവിടെ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതികേട്, പാപം ശിക്ഷിക്കപ്പെടണം. സകല പാപവും ശിക്ഷിക്കപ്പെട്ടു. അതേസമയത്ത് ദൈവം കൃപയുള്ളവനാണ്. തൻ്റെ കൃപയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. സകല പാപങ്ങളും ദൈവത്തിൻ്റെ ക്ഷമയ്ക്കുള്ളിൽ തന്നെയാണ്. ദൈവം ക്ഷമിക്കാൻ കഴിയാത്ത പാപമില്ല. ദൈവം നമ്മുടെ ക്ഷമിച്ചു. പക്ഷെ അതേസമയത്ത് ഒരു വ്യക്തി അവിടെ ക്രൂശിൽ പടയുകയാണ്. ദൈവപുത്രനാണ്, മറ്റാരെങ്കിലുമല്ല. മനുഷ്യൽ അതിനുള്ള യോഗ്യതയുള്ള ആരുമില്ല. ദൈവത്തിൻ്റെ പ്രിയപുത്രനായ, നിർമ്മല നിഷ്കളങ്കരമായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ നമ്മുടെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നീതി നടപ്പിലാക്കുകയും ആ പ്രവൃത്തിയിലൂടെ തന്നെ ദൈവം നമ്മെ രക്ഷിക്കുകയും ചെയ്തു. എത്ര അത്ഭുതകരമായ സത്യമാണ്. കർത്താവ് യേശു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു, തൻ്റെ മേലേറ്റെടുത്തു. അത് നമ്മുടെ മുമ്പിൽ ചോദ്യം ഉയർത്തുന്നുണ്ട്. കർത്താവ് യേശു സകല മനുഷ്യർക്ക് വേണ്ടി പാപപ്രായശ്ചിത്തമായെങ്കിൽ, റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്ന പോലെ, റോമർ 6:10
അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ച്, പാപസംബന്ധമായി. പത്രോസിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടില്ല? കർത്താവേശു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിൽ, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുക ദൈവകുഞ്ഞാടാണെന്ന് പറഞ്ഞുവെങ്കിൽ, അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടില്ല? ആ ചോദ്യം നമുക്ക് ഉത്തരം നാളെ കണ്ടെത്താം. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ അതിന് നൽകപ്പെട്ട വില എത്ര വലുതാണ്, എത്ര വലിയ വിലയാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടത്. നിങ്ങളുടെ സ്ഥാനത്ത് മരിച്ചതാരാണ്? നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ ശിക്ഷ വഴി ഏറ്റെടുത്തതാരാണ്? നാം ഇന്ന് തലയുയർത്തി ദൈവമക്കളായി നടക്കുന്നു. കാണുവിൻ, നാം ദൈവമക്കളാണ്. പക്ഷേ എൻ്റെ പിന്നിൽ കൊടുത്ത വില എന്താണ്? നൽകപ്പെട്ട വില എന്താണ്? കർത്താവ് യേശുവിൻ്റെ നിഷ്കളങ്ക രക്തം. ആ രക്തത്താലാണ് നിങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ടത്. എങ്ങനെ നാം നന്ദി പറഞ്ഞ് തീർക്കും? എങ്ങനെ ജീവിച്ച് തീർക്കും? എങ്ങനെ ഈ കടം വീട്ടും? ഈ കടം വീട്ടാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം, എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി അനുഭവിച്ച പീഡനം, എനിക്ക് വേണ്ടി അനുഭവിച്ച സങ്കടം, അപമാനം, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് പകരം കൊടുക്കണം. സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആരെന്നുള്ള ബോധ്യം തെളിയിക്കപ്പെടണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.